നമസ്കാരം. ഉള്ളിലൊരു കള്ള് ഷാപ്പ് കൊണ്ട് നടക്കുന്ന കുറച്ചധികം മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. കേൾക്കുമ്പോൾ കോമഡിയായി തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. നമ്മൾ വിചാരിക്കും ഇവർ ഒന്നാന്തരം കള്ളുകുടിയന്മാരാണെന്ന്. കൂടെയുള്ളവർ കളിയാക്കും, വഴിയിൽ വെച്ച് പോലീസ് പൊക്കും. പക്ഷേ പാവം മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല. ശരീരത്തിനുള്ളിൽ തനിയെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന വില്ലനാണ് ഇവിടെ താരം. 5 കുട്ടികളുടെ അച്ഛനായ എറിക് പൗലിൻ എന്ന മനുഷ്യന്റെ ജീവിതം ഈ വിചിത്ര രോഗം കാരണം തകിടം മറിഞ്ഞു. കുടലൊരുക്കുന്ന പെർഫെക്റ്റ് ലോക്കൽ ബ്രൂവറി. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറ്, കിഴങ്ങ്, മധുര പലഹാരങ്ങൾ എന്നിവയൊക്കെ ശരീരം ഗ്ലൂക്കോസ് ആക്കിയാണ് മാറ്റാറുള്ളത്. എന്നാൽ ഈ രോഗമുള്ളവരുടെ കുടലിൻ്റെ കഥ മാറും. അവിടെ ചില പ്രത്യേകതരം ഫംഗസുകളും ഈസ്റ്റുകളും ബാക്ടീരിയകളും രാജാവായി വാഴും. നമ്മൾ കഴിക്കുന്ന ചോറും ബിരിയാണിയും ഒക്കെ ഈ ഫംഗസുകൾ നേരെ അങ്ങ് പൂഴ്ത്തിവെച്ച് ഫെർമെൻറ്റേഷൻ നടത്തി ഒടുക്കത്തെ മദ്യമാക്കി മാറ്റും. അതായത് ചോറുണ്ണുമ്പോൾ കുടലിൽ തനിയെ മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ മദ്യം നേരെ രക്തത്തിലേക്ക് കലരുന്നതോടെ ലഹരി തലയ്ക്ക് പിടിക്കും. മദ്യപിച്ചില്ലെങ്കിലും വായ നാറുന്നത് മദ്യത്തിൻ്റെ മണമായിരിക്കും. പോലീസും പിടിക്കും, നാട്ടുകാരും വെറുക്കും. ഈ രോഗം ബാധിച്ചവരുടെ ജീവിതം കടുത്ത ദുരന്തമാണ്. വണ്ടി ഓടിച്ചാൽ പോലീസ് പൊക്കും. ബ്രീത്ത് അനലൈസറിൽ ഊതിയാൽ 100% കടന്ന് സിഗ്നൽ കാണിക്കും. ഇത് കുടിച്ചിട്ടില്ല സാറേ, ചോറുണ്ടതാ എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തി വെച്ച് പെരുമാറുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കൂടെയുള്ളവർ മദ്യപാനി എന്ന് മുദ്രകുത്തി പരിഹസിക്കും. ഭാര്യയും മക്കളും വരെ സംശയിക്കും. എറിക് പൗലിൻ്റെ ജീവിതത്തിലും ഇതായിരുന്നു അവസ്ഥ. എപ്പോഴും ലഹരിയിലാകുന്ന അച്ഛനെ കണ്ട് കുട്ടികൾ പേടിച്ചു. ജോലിസ്ഥലത്ത് നിന്ന് പുറത്തായി മദ്യപിക്കാതെ തന്നെ കടുത്ത ഹാങ് ഓവർ അനുഭവിച്ച് ജീവിക്കേണ്ടി വന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. കുടലിലെ നല്ല സൂക്ഷ്മാണുക്കളുടെ ബാലൻസ് തെറ്റുന്നതാണ് ഇതിന് കാരണം. ചില ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗമോ പ്രമേഹമോ ഒക്കെ ഇതിലേക്ക് നയിക്കാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. കാർബോഹൈഡ്രേറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഫംഗസിന് കഴിക്കാനായിട്ട് കൊടുക്കാതിരിക്കാൻ മദ്യമുണ്ടാകില്ല. അപ്പോൾ കുടലിലെ ഈസ്റ്റിനെ കൊന്നെടുക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. കുടലിൽ നല്ല ബാക്ടീരിയകളെ വളർത്തിയെടുക്കുക. മദ്യപാനി എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ചിലരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാകാം. പരിഹസിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.